വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. വെറും 3 ചേരുവകളെ ഇതിനാവശ്യമുള്ളൂ. അതിൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണ്, പുറത്തെടുത്ത് വെക്കണം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാതിരിക്കുക, ബ്രൗൺ കളറിലുള്ളത് എടുത്താൽ മതി. എന്നാലേ നല്ല ഒരു ലൈറ്റ് കളർ നമ്മൾ ചോക്ലേറ്റ്സിന് കിട്ടുകയുള്ളൂ. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഷോർട്ടനിങ്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വീട്ടിലുള്ള വനസ്പതി ആയാലും മതി. 2 ടേബിൾ സ്പൂൺ എടുക്കാം. വെളിച്ചെണ്ണയുടെ ആ ഒരു ചുവ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം എടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിലായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെള്ളത്തിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വേറൊരു ബൗൾ വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷോർട്ടനിങ്ങോ അതല്ല ഇനി കൊക്കോ ബട്ടറോ വനസ്പതിയോ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതായാലും അതിട്ട് കൊടുക്കുക. കൊക്കോ ബട്ടർ കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആ കൊക്കോ ബട്ടറാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. ജസ്റ്റ് അതൊന്ന് മെൽട്ടാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ഒന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്, നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുൻപായിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചോക്ലേറ്റ്സ് അങ്ങ് കട്ടിയായിട്ട് മാറും. പെട്ടെന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേഗം തന്നെ മൗൾഡിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി തുടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൗൾഡിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് മൗൾഡിനകത്തേക്ക് മാറ്റാനായിട്ട്. പിന്നെ ഇത് നമുക്ക് വേഗം തന്നെ മൗൾഡിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സിലിക്കോണിൻ്റെ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മൗൾഡിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ 10 എണ്ണത്തിനുള്ളത് തയ്യാറാക്കിയിട്ടേ ഉള്ളൂ. 10 എണ്ണം ഇതിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, വളരെ ഈസിയാണ്. ജസ്റ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു സമയം നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. 1 അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.